മുമ്പിലോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് അതിനാധാരമായി 23-ാമത്തെ അത്ഭുതത്തിന് ആധാരമായി മാർക്കോസ് എഴുതിയ സുവിശേഷം 31-ാമത്തെ അധ്യായം. ആമേൻ. മാർക്കോസ് സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ 37-ാമത്തെ വാക്യം വരെ. മാർക്കോസ് സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 31 മുതൽ 37 വരെയുള്ള ആമേൻ വാക്യങ്ങൾ ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവൻ വീണ്ടും സോറിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്തു വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു. നാവിന്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടനെ കേൾക്കുമാറാക്കുന്നു, ഊമനെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. വ്യത്യസ്തമായ തലത്തിൽ സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ രാത്രിയിൽ 31-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, 37-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അതിനകത്ത് വ്യത്യസ്തമായി ഇതുവരെ കർത്താവ് ചെയ്യാത്തൊരു അത്ഭുതമാണ് അവിടെ ചെയ്തത്. സ്തോത്രം. ഒന്ന്, കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവൻ വീണ്ടും സോറിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി തെക്കപ്പൊലി ദേശത്തിന്റെ നടുവിലൂടി ഗലീല കടപ്പുറത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ തെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ അപ്പൊ കർത്താവ് തന്റെ യാത്രയുടെ നടുവിൽ താനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമായ തലത്തിൽ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു. ഇന്നലകളെ കർത്താവ് പലപ്പോഴും ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ജനം മറന്നിട്ടില്ല. ഇന്ന് രാത്രിയിലും ദൈവജനം ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. സ്തോത്രം. എന്തെങ്കിലും ഒരു നന്മ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഈ സീദോൻ അല്ലെങ്കിൽ സോർ എന്ന സ്ഥലത്തുകൂടി കർത്താവ് പല സമയത്തുകൂടെ കടന്നുപോയിട്ടുണ്ട്. പല സമയത്ത് പല അത്ഭുതങ്ങൾ കർത്താവ് ഈ ദേശത്തില് ഈ പട്ടണത്തിൽ കർത്താവ് ചെയ്തു. അപ്പോൾ തന്നെ ഈ പട്ടണത്തിനകത്ത് ഇനിയും നിരവധി പേര് അതുകൊണ്ട് സൗഖ്യമാകാൻ. സ്തോത്രം. ചിലര് ഒരു മനുഷ്യനെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ആരെന്നറിയാമോ? ഒന്ന്, അവൻ ചെകിടനാണ്. രണ്ട്, അവൻ വിക്കനാണ്. സ്തോത്രം. ഒന്ന് ചെകിടൻ, രണ്ട് വിക്കനായ ഒരു മനുഷ്യൻ. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ 5 പുസ്തകത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ഒരേ ഒരു മനുഷ്യനാണ് ഈ 5 പുസ്തകത്തിനകത്ത്. നമുക്കറിയാം മോശയുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, തന്റെ ജനനം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ മോശ ഒരു വിക്കനായ ഒരു മനുഷ്യനായിരുന്നു. ആമേൻ. ഈ വിക്കനായ ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം 30 ലക്ഷം പേരെ ഏൽപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവജനമേ, നമുക്ക് എന്താണ് കഴിയുന്നില്ല എന്ന് ദൈവത്തോട് പറയുമോ? ദൈവം അത് നിന്നിൽ നിവർത്തിച്ചു തരുമെന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ആമേൻ. മോശയിൽ കൂടി കർത്താവ് അത്ഭുതം ചെയ്തെങ്കിൽ ഇവിടെ നോക്കൂ, ഈ വിക്കനായ ഒരു മനുഷ്യനെ, ഈ ചെകിടനായ ഒരു മനുഷ്യനെ, ആമേൻ, അവിടെ ആ 33-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി
അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി. ആമേൻ. അവന്റെ നാവിന്റെ കെട്ട് നോക്കിക്കേ, നാവിനെ തൊട്ട ഉടൻ തന്നെ അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു വീഴാനിടയായി. സ്തോത്രം. ഇതുവരയ്ക്കും കർത്താവ് ചെയ്യാത്ത ഒന്ന്, തുപ്പൽ എന്ന് പറഞ്ഞാൽ നിന്നയാണ്. ആമേൻ. അവനവന്റെ തുപ്പല് പോലും ഇഷ്ടപ്പെടുന്നതല്ല. സ്തോത്രം. ആമേൻ. അവനവന്റെ തുപ്പല് പോലും ഇഷ്ടപ്പെടുന്നതല്ല. എങ്കിൽ യേശു കർത്താവിന്റെ ആമേൻ സ്തോത്രം ഈ ആമേൻ ആ വായിന്ന് വന്ന തുപ്പൽ അവന്റെ ചെവിക്കകത്തേക്ക് വീഴുമ്പോൾ അതിനകത്ത് ഒരു കൈവയ്പ്, രണ്ട് ആ യേശുവിന്റെ കൈവിരൽ അവന്റെ ചെവിക്കകത്തേക്ക് ആമേൻ ഇടുകയാ. എന്നിട്ടാണ് ഒരു ഭാഷ, യഹോവ തുറന്നുവ. ഇന്ന് രാത്രി ചിലത് തുറന്നു വരാൻ കർത്താവ് കൽപ്പിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. ചില നന്മയുടെ ഉറവിടങ്ങൾ തുറന്നു വരാൻ കൽപ്പിക്കുന്ന രാത്രിയാണ്. ചില വാഴ്ത്തത്വങ്ങൾ തുറന്നു വരാൻ കൽപ്പിക്കുന്ന രാത്രിയാണ്. ദൈവജനം എന്താണ് പ്രാർത്ഥിക്കുന്നത്? ചില കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രിയാണ്. നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയം, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ യേശു കർത്താവിന്റെ കരമൊന്ന് വയ്ക്കുന്നതിന് മുമ്പ് ഒരു തുപ്പലാണ്. ഏതെല്ലാം വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നിന്ന എന്ന തുപ്പൽ വീണിട്ടുണ്ടോ അതിന്റെ പിന്നാലെ ഒരു കൈവയ്പുണ്ട്. ഹല്ലേലൂയ. മറന്നു പോകരുത് കേട്ടോ. തുപ്പൽ നിന്നയാണ്. പക്ഷെ നീ നിന്നയിലും നിന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ നിന്നയിലും നിന്നാൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സദാകാലത്തേക്ക് നിന്ദിക്കാൻ വിടുന്ന ദൈവമല്ല. സദാകാലത്തേക്ക് നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. സദാകാലത്തേക്ക് നിന്നെ മാറ്റി നിർത്തുന്ന ദൈവമല്ല. സദാകാലത്തേക്ക് നിന്നെ ചെകിടനെന്ന് വിളിക്കാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. സദാകാലത്തേക്ക് നിന്നെ വിക്കനെന്ന് വിളിക്കുവാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഇന്ന് ഈ കേരളക്കരയിൽ മാത്രമല്ല, ഇന്ത്യ എന്ന ഈ രാജ്യത്ത് മാത്രമല്ല, എവിടെയെല്ലാം ജനം സ്തോത്രം കാലൂന്ന് എണീറ്റിട്ടുണ്ടോ അവരൊന്നും A+ വാങ്ങിയവരല്ല. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. A+ വാങ്ങിയവരൊന്നും അല്ല ഇന്ന് സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുന്നത്. ആമേൻ. എവിടെയെല്ലാം തോൽവി സംഭവിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഈ പരാജയങ്ങൾക്കകത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പറയുന്നു, ഞാൻ തോറ്റുപോയല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, ഞാൻ ദേശത്തിൽ നിന്ദിതയായി പോയല്ലോ, ഒരു നിന്ദിതയായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നെങ്കിൽ ദൈവാത്മ പറയുന്നു, ഇല്ല, നീ നിന്ദയ്ക്കായി വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് A+ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. പറ്റുമെങ്കിൽ പടക്കം വരെ പൊട്ടിക്കും, ഇല്ലെങ്കിൽ വില കൂടിയ മൊബൈൽ വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ വില കൂടിയ ബൈക്ക് വാങ്ങിക്കൊടുക്കും. അതോടെ വിദ്യാഭ്യാസം തീർന്നു. ആമേൻ. ദൈവമൈതലേ, തോറ്റവന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ആമേൻ. തോറ്റവന്റെ ചരിത്രം, പരാജയപ്പെട്ടവന്റെ ചരിത്രം, കേവലം 7ാം ക്ലാസ്സുകാരന്റെ ചരിത്രം, കേവലം 4ാം ക്ലാസ്സുകാരന്റെ ചരിത്രം, കേവലം 2ാം ക്ലാസ്സുകാരന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? കൊറിയയിൽ ഒരു അഭിഷേകത്തിലുണ്ടായിരുന്നു പാസ്റ്റർ യോങ്കിച്ചോ. അദ്ദേഹത്തിന് A+ കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് ഡിഗ്രി ഒന്നും പറയാനില്ല. പക്ഷെ സ്വർഗം കൊടുത്ത പരാജയത്തിനകത്ത് നിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്ന കേവല ഒരു 4ാം ക്ലാസ്സുകാരനെ ലോകം അറിയപ്പെടുന്ന, ലോക രാഷ്ട്രങ്ങൾ തന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്ന, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം, എന്റെ മകളുടെ വിടുതലിനായി ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഹാർട്ടിന്റെ പ്രശ്നത്തിനായി എന്ത് ചെയ്യണം, എന്റെ തലമുറയ്ക്ക് തലമുറയില്ല എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് മുട്ടുമടക്കിയത് A+ന്റെ മുമ്പിലല്ല. ദൈവ കാലാകാലങ്ങളിൽ ദൈവം ആരെങ്കിലും കരത്തിലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി നോക്കിയല്ല, വാക്ചാതുര്യം നോക്കിയല്ല,
പാണ്ഡിത്യമോ സ്തോത്രം ഭാഷാപരമോ നോക്കിയല്ല, പരമാർത്ഥമായ 350 ഗ്രാമുള്ള ഒരു ഹാർട്ടിനകത്ത് യേശുവിന് വസിപ്പാനുള്ള ഇടം കൊടുത്താൽ അതിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ സീറോയിൽ നിന്ന് നിന്നെ ഒരു ഹീറോയാക്കുന്ന, തലപ്പത്തിലിരിക്കുന്നവർ പോലും ഞെട്ടി വിറയ്ക്കത്തക്ക തലത്തിൽ നിന്നെ ഉന്നതിലെത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നീ ഇന്നും ഒളിച്ചിരിക്കുന്ന അത്തിയുടെ ഇടയിലാ. അതുകൊണ്ട് നീ ഇന്നും അവിടെ ഇരുന്നോ, ഒളിച്ചിരുന്നോ, കുഴപ്പമില്ല. നിന്നെ ഒരു നാൾ തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ആമേൻ, സ്തോത്രം. ഒരു കുഞ്ഞും ഇതിനകത്തിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന അമ്മമാരും വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മമാരും ഇതിനകത്തിരിപ്പുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അതേ സമയത്ത് നടന്ന ചരിത്രമുണ്ടോ? ഒരമ്മയ്ക്കും പറയാൻ കഴിയില്ല, ഞാൻ ആ കുഞ്ഞിന് എന്റെ മകന് ജന്മം കൊടുത്തപ്പോൾ, എന്റെ മകൾക്ക് ജന്മം കൊടുത്തപ്പോൾ അവൾ എണീറ്റ് ഓടിയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ വീഴ്ന്നും എണീറ്റും കമന്നും വിരൽ പിടിച്ചും ചുവരത്ത് പിടിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ച് എണീറ്റ് തുടങ്ങുന്ന സ്തോത്രം തുടങ്ങി സ്തോത്രം പിച്ച വെച്ച് ഓടാനും സംസാരിപ്പാനും അമ്മ എന്ന് തിരുത്തി വിളിക്കാനും അപ്പനെ അപ്പ എന്ന് തിരുത്തി വിളിക്കാനും ചില മണിക്കൂറുകളും ചില കാലഗതികളുമുണ്ട്. അതുവരെ നീയും ഞാനും മൗനമായിരിക്കേണ്ട ചില പദ്ധതികളുണ്ട്. അപ്പോൾ നീ മിണ്ടാതിരിക്കരുത്. നിന്നെ ഏൽപ്പിച്ചതിനെ ഐ ആം റെഡി എന്ന് പറയാൻ പൗലോസ് പറഞ്ഞു, ഞാൻ പോകാം എന്ന് പറഞ്ഞ് റെഡി എന്ന് പറഞ്ഞപ്പോൾ വേലക്കാരോ ചുരുക്കം. നിലം കൊയ്ത്തിനായി ഒരുക്കിടപ്പുണ്ട്. ഒരു അത്ഭുതം ഈ നിലത്തിൽ ചെയ്യുവാനുണ്ട്. പക്ഷെ കൊയ്തെടുക്കാൻ ആളില്ല. നിലം പഴുത്തു കിടപ്പുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. 916 ഗോൾഡിനെക്കാളും ഈ നിലം നല്ല പഴുത്ത് മുറ്റിക്കിടപ്പുണ്ട്. ഇതിനെ ഒന്ന് കൊയ്തെടുക്കാൻ കൊയ്ത്തുകാരില്ല, വേലക്കാരില്ല. എന്നാൽ ഇന്ന് രാത്രി പൗലോസ് പറയും, ഞാൻ പോകാം. യെശയ്യാ പറയും, ഞാൻ റെഡിയാണ്. ഇന്ന് രാത്രി റെഡി എന്ന് പറയാൻ ആരുണ്ട്? നിന്നോട് സംസാരിക്കാൻ ഇന്ന് രാത്രി ദൈവം റെഡിയാണ്. ദൈവ കുഞ്ഞെ, നീ ഒരു 5 മിനിറ്റ് മെസ്സേജ് പറയുന്നില്ലേ, ഞാൻ റെഡി എന്ന് പറയുന്നില്ലേ, അത് നിന്റെ നാവിന്ന് പുറത്തെപ്പ വരുമോ അന്ന് നിന്റെ കെട്ടഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുരങ്ങനും ആരും കയറാൻ പഠിപ്പിച്ചിട്ടില്ല. അതെ, അതിന് ചില നിമിഷങ്ങളും മണിക്കൂറുകളുമേ പിതാവും മാതാവും തട്ടിക്കളിച്ച് ഉയരത്തിലെ മരത്തിൽ നിന്ന് ആ കുരങ്ങൻ കുഞ്ഞിനെ താഴേക്കിട്ടിട്ട് അവർ രണ്ടുപേരും മുകളിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അതെ, മെല്ലെ ഒന്ന് കേറി നോക്കാൻ. ഹല്ലേലൂയ. ഒരു കുരങ്ങനും സ്തോത്രം കൈക്ക് പിടിച്ച് കയറ്റിയിട്ടില്ല. കാരണം അതിന്റെ ആയുധമാണ് 2 കൈയും 2 കാലും. തീർന്നില്ല, അടുത്തൊരു ആയുധമുണ്ട്, അതിന്റെ വാല്. കണ്ടിട്ടുണ്ടോ? മരത്തിൽ ചുറ്റിയിട്ട് അതിന്റെ സ്പീഡിൽ യെശയ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, എടോ ഞാൻ നിന്നെ എടുത്ത് ചുഴറ്റി എറിയുമെന്ന്. ഇതുപോലെ കുരങ്ങന്മാര് മരത്തിൽ വാലുകൊണ്ട് ചുറ്റിയിട്ട് നമ്മളൊക്കെ ഓണത്തിന് ഊഞ്ഞാലാടുന്നത് പോലെ ഈ ഊഞ്ഞാലാട്ടം. അയ്യോ പാസ്റ്റർ, എന്റെ വീട്ടിൽ ഊഞ്ഞാലില്ലല്ലോ, ഞാൻ പെന്തക്കോസ്തുകാരിയല്ലേ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ ഊഞ്ഞാൽ കെട്ടുന്നത് പെന്തക്കോസ്തുകാരുടെ വീടുകളിലാണ്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. അയ്യോ പാസ്റ്റർ, ഞങ്ങൾ വൃക്ഷത്തിൽ കെട്ടിയില്ലല്ലോ, ഞങ്ങൾ വീട്ടിലെ സിറ്റ് ഔട്ടിൽ കെട്ടിയിട്ടുള്ളൂ. അത് ഊഞ്ഞാലല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിലും അലങ്കാരം ചെയ്ത് ആടുന്നവരുണ്ട്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഈ കുരങ്ങനുണ്ടല്ലോ, അതിന്റെ വാലുകൊണ്ട് ഒന്നൊന്ന് കറങ്ങിയിട്ട് അത് ഒരു മരത്തിന്റെ ചില്ലയിലേക്ക് അതിന്റെ കൈ കുത്തി ഒന്നുകൂടെ സ്പീഡിൽ ആഞ്ഞിട്ട് ഈ വാലിന്റെ കെട്ട് സ്വതേ അഴിഞ്ഞ് ലക്ഷ്യസ്ഥാനത്തെ കൊമ്പിൽ പിടിക്കുന്നത് പോലെ അതിനത് അത്രയും ബുദ്ധിയും അതിന്റെ ഹല്ലേലൂയ അതിനത്രയും അറിവും സ്വർഗത്തിലെ ദൈവം അതിന് കൊടുത്തെങ്കിൽ ഇന്നും ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നീ എന്താ ഫ്രണ്ടിലേക്ക് വരാത്തത്? നീ എന്താ ദൈവസന്നിധിയിലേക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിനക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രിയിലും അത്ഭുതം ചെയ്യാൻ നിന്റെ നാവിൽ നടന്നു വീഴുന്ന ഓരോ വാക്കുകളും 1000 പേർക്കത് വിടുതലായി പുറത്തു വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വിക്കനായ മനുഷ്യൻ, ആമേൻ, ഈ ചുകടനായ മനുഷ്യൻ
ഒന്ന് സംസാരിക്കുമ്പോൾ ആമേൻ ഒന്ന് പാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നേരം വെളുക്കും. ആമേൻ. അതുകൊണ്ട് വിക്കന്മാര് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ താൻ വാതുറക്കുമ്പോൾ സംസാരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഒരു കെട്ടുണ്ട്. ഇന്ന് രാത്രി ആ കെട്ടിനെ പൊട്ടിക്കാൻ ഒരു നിന്ന ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. വായിച്ചേ. ആമേൻ. 34-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഹോവ എന്ന് പറഞ്ഞു. നോക്കിയേ, 34-ാം വാക്യം പറയുന്നു തുറന്നു വരിക എന്നർത്ഥമുള്ള യഹോവ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ചിലന്ന് രാത്രി തുറന്നു വരികയാ. ആമേൻ. സ്തോത്രം. എത്രയോ നാളുകൾ നീ പ്രാർത്ഥിച്ച് മൗനമായിരിക്കുന്ന വിഷയത്തിലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ചിലത് തുറന്നു വരണമെങ്കിൽ നിന്റെ ജീവിതമാകുന്ന മേഖല ഒന്ന് കർത്താവിനൊന്ന് ഏൽപ്പിച്ചു കൊട്. ദൈവത്തെ കൂടാതെ ഒന്നും നിനക്ക് പ്രാപിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം ഇടപെടണം. ഇന്ന് രാത്രിയിൽ ദൈവത്തെ നീ മുറുകെ പിടിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂപരപ്പിലും ഈ പ്രപഞ്ചത്തിന്റെ കീഴെ എന്തെങ്കിലുമൊക്കെ സ്തോത്രം ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ അവിടെ ശ്രദ്ധിക്കൂ, അവിടെ ദൈവത്തിന് സ്ഥാനമില്ലാത്തത് കൊണ്ടാ. ഇന്ന് രാത്രി ദൈവത്തിന് സ്ഥാനം കൊടുക്ക്. നിന്നോട് സംസാരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗം ഇന്ന് രാത്രി വിടുതലായി പുറത്തു വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഒരു വിടുതൽ അതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബത്തിനകത്ത് വിടുതൽ വ്യാപരിക്കുകയാ. ചില കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകത്തെ ഇന്ന് രാത്രി മുറുകെ പിടിച്ചിട്ട് പറ, കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നിന്റെ കൃപയത്രേ. ഇന്ന് നിന്റെ കൃപയ്ക്കകത്ത് ഞാനിതാ നീന്തി കുളിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് ജനത്തെ കൊണ്ടുവരുമ്പോഴേ, നിങ്ങൾക്ക് ഈ കാട്ടുകോഴി അറിയാം? കാട്ടുകോഴി കണ്ടിട്ടുണ്ടോ? കാട്ടുകോഴിയെ. ആമേൻ. ആമേൻ. സ്തോത്രം. എന്നാൽ ഈ കാട്ടുകോഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? ആമേൻ. സ്തോത്രം. ഈ കാട്ടുകോഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. അതങ്ങനെ എപ്പോഴും എല്ലായിടത്തും വെളിപ്പെടുത്തുന്നില്ല. ഒന്ന് വായിച്ചേ, കാട്ടുകോഴി ഒന്ന് വായിച്ചേ. ആമേൻ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിച്ചേ. 26-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു കാട്ടുകോഴി നമുക്ക് പരിചയപ്പെട്ടു മുമ്പോട്ട് പോവാം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉണ്ടാക്കിയ ഓരോ സൃഷ്ടികൾക്കും, ഓരോ പക്ഷിക്കും, ഓരോ മൃഗത്തിനും അതിൻ്റെതായ ആമേൻ സ്തോത്രം വില കൊടുത്തിട്ടുണ്ട് ദൈവം. എല്ലാത്തിനും. എന്തിനേറെ, സമുദ്രത്തിന് വരെ, കടലിന് വരെ. നിങ്ങൾ പറയും കടൽ ഈ ഭൂമിയെക്കാളും താഴ്ന്നു കിടക്കുന്നതാണെന്നോ. ഈ ഭൂമിയെക്കാളും എത്രയോ അടി ഉയർന്നറിയാം കടൽ കിടക്കുന്നത്. പക്ഷേ തമ്പുരാൻ അതിനെ അതിരിട്ടിരിക്കുക. ആമേൻ. അതിന് നിയമിച്ചിരിക്കുക. ദൈവം അതിന് അതിരിട്ടത് സിമന്റ് ബ്ലോക്ക് കൊണ്ടല്ല, കോൺക്രീറ്റ് ഫില്ലർ കൊണ്ടല്ല. അത് നമ്മൾ ചെയ്യുന്നതാ. കർത്താവെ മണല് കൊണ്ട് അതിരിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഇതിനെ കടന്നു വരണമെങ്കിൽ ദൈവം അനുവദിക്കണം. വായിച്ചേ. എന്റെ രക്തം യഹോവയുടെ മുമ്പാകെ നിലത്തു വീഴരുതേ. ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. കണ്ടോ? ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ അകപ്പതനമാ കാണിക്കുന്നത്. പലപ്പോഴും അകപ്പതനത്തിൽ പോയിരിക്കുമ്പോൾ തന്നെ ദൈവജനത്തിന്റെ നടുവിൽ നമുക്കറിയാം, ചരിത്രമൊന്നും പറയുന്നില്ല, ചരിത്രത്തിലേക്ക് നമ്മൾ വരുന്ന സമയം വരുന്നുണ്ട്. ആമേൻ. ചരിത്രത്തിനകത്തളങ്ങളിലേക്ക് ഒന്ന് വരുമ്പോ, രാജഭരണകാലമൊക്കെ പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ ചില തോൽവി, അവരുടെ
മുമ്പിലോട്ട് ദൈവത്തോട് ചോദിക്കാതെ ഉള്ള തീരുമാനങ്ങളിലേക്ക് വരുമ്പോഴാ വൻ പരാജയം എന്ന് കാണുന്നത്. സ്തോത്രം. ആമേൻ. ഈ കാട്ടുകോഴിയെ പറ്റി പഠിക്കുമ്പോഴേ ഇത് ഇന്ന് ഉപയോഗിക്കുന്നത്, ആമേൻ, ഇത് എവിടെ നിന്ന് വന്നു, ഇതെങ്ങനെയാണ് ഇതിനകത്ത് വന്ന് നമുക്കറിയാം. കാട്ടുപോത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നു വേദപുസ്തകത്തിൽ. കാട്ടുപോത്ത്, ആമേൻ. കാട്ടുകിഴങ്ങ് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ. കാട്ടുകിഴങ്ങ്, സ്തോത്രം. ഇതെല്ലാം കാണണമെങ്കിലും ഇതെല്ലാം അനുഭവിക്കണമെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകലതും നമ്മൾ നിറവേറ്റി മുമ്പിലോട്ട് വരണമെങ്കിൽ ഈ രാജാവ് ഇവിടെ ദൈവത്തിന്റെ പർവ്വതത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ ശബ്ദത്തിനായി അവൻ കരം കോർക്കേണ്ടതിന് പകരം അവന്റെ സ്വന്തം ബുദ്ധിയിലൂന്നി മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അതാണ് ഇസ്രായേലിന്റെ അധഃപതനം. പക്ഷേ ഇസ്രായേലിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. എത്ര പേർ ഇസ്രായേലിന്റെ മുൻപിലോട്ടിനി കാൽച്ചുവട് വച്ചാലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങാത്തവനായി, അവൻ ഉറങ്ങാത്തവനായി. ഇന്ന് രാത്രിയിലും ചില കുടുംബത്തിനകത്ത് അവൻ ഉറങ്ങാതെ, നീ ഉറങ്ങുമ്പോഴും സ്തോത്രം, നീ രാത്രിയിൽ വിശ്രമിക്കുമ്പോഴും വിശ്രമമില്ലാതെ നിന്റെ ഭവനം പരിപാലിക്കുന്ന ഒരു സ്വർഗം. കഴിഞ്ഞ ദിവസം വയനാടിന്റെ ദേശത്ത് മേപ്പാടെന്ന പ്രദേശത്ത് കാട്ടുതീയാളിക്കത്തി. സ്തോത്രം. ജനങ്ങൾ വിഭ്രാന്തിയോടെ ഓടി ഒളിക്കുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ദൈവത്തെ സൂക്ഷിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഹല്ലേലൂയ നമസ്കരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നെടുവീർപ്പോടെ സ്വർഗത്തിലേക്ക് നോക്കി നിന്നെ ഓർത്ത് നെടുവീർപ്പിടുന്ന ഒരു ദൈവം. ശമനപരകഥന വൈഡകരാജകൽക്കനാദി. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ ഓർത്ത് നെടുവീർപ്പിടുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേൻ. ചില മാതാക്കൾ സ്തോത്രം മക്കൾക്ക് നേരെ നെടുവീർപ്പിടുന്നത് പോലെ, അതിലുപരി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഓരോ സ്തോത്രം ശരീരത്തിന്റെ ഓരോ ഭാഗത്തും, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആത്മീക ഭൗതിക മണ്ഡലത്തിലും നിങ്ങളിൽ എത്ര ഉയർച്ചയിൽ വന്നാലും അതിനകത്ത് നിങ്ങളുടെ പിതാവിന്റെ വിശർപ്പിന്റെ ഗന്ധമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഈ നാളുകളിൽ ദൈവജനം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തും ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയും ദൈവത്തോട് ഇന്ന് രാത്രി ആലോചന ചോദിച്ച് മുൻപിലോട്ട് പോകുന്ന ദൈവജനത്തിന് വേണ്ടി നെറുവീർപ്പെടുന്ന ദൈവം ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് പറയുക, എനിക്ക് ഇവളെ സൗഖ്യമാക്കണം. ആമേൻ. എനിക്കിവനെ സൗഖ്യമാക്കണം, എനിക്കിവനെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. എന്ന് രാത്രി മറന്നു പോകരുത്. ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, നിന്നെ ഓർത്ത് നെടുവീർപ്പെടുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. 35 വാക്യം പറയുന്നു, ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. കണ്ടോ? ഇന്നലകളിൽ വിക്കനായി സംസാരിച്ചതുപോലെ. ആമേൻ. സ്തോത്രം. ഇന്നലകളിൽ അവനോട് സംസാരിക്കുമ്പോൾ അവൻ ചെവി കേൾക്കുന്നില്ല. അവൻ ചെകിടനായിരുന്നു. അമ്മ അവനെ വിളിച്ചാൽ പോലും കേൾക്കാൻ കഴിയുന്നില്ല. അവനൊരു അപായത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവന് നല്ല വിളിക്കാൻ കഴിയുന്നില്ല. അവന്റെ മാതാവോ പിതാവോ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കാൻ കഴിയുന്നില്ല. വിളിച്ചാൽ അവന് കേൾക്കാൻ കഴിയുന്നില്ല, പ്രതികരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ളവനെ ഇന്ന് രാത്രി സ്തോത്രം സൗഖ്യമാക്കുന്നൊരു ദൈവം തെക്കപ്പൊലി ദേശത്ത് ദൈവത്തിന്റെ കാൽപാദം വീണ്ടും ഊന്നുകയാണ്. ഇനിയും അതിനകത്ത് നൂറുകണക്കിന് ജനം തെക്കപ്പൊലി ദേശത്തിനകത്തുണ്ട്. ചെകിടന്മാരുണ്ട്, ഭൂതഗ്രസ്തരുണ്ട്, അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാലൊച്ചകൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും?
തീർന്നില്ല. ഗലീല കടപ്പുറത്തുകൂടെ അവൻ നടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നടന്നു പോകുന്നത് വേറെ ആരുമല്ല കേട്ടോ, യേശു കർത്താവാ നടന്നു പോകുന്നേ. നിന്നെ സൗഖ്യമാക്കാൻ ഇന്ന് രാത്രി കർത്താവിന് പദ്ധതിയുണ്ട്. ചില അതരത്തിന്റെ കെട്ടുപൊട്ടി ഇന്ന് രാത്രി അന്യഭാഷയിൽ സംസാരിപ്പാൻ താല്പര്യമുള്ള എത്ര പേര് രാത്രിയുണ്ട്? ശമനപരകതുനി വൈഡകരാജകൽക്കനാദി അന്യഭാഷയിൽ അവ ഇന്ന് രാത്രി കെട്ടുകൾ പൊട്ടി. ദൈവാത്മാവ് ഇന്ന് രാത്രി അതരത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ പോകുകയാ. ദൈവശബ്ദം കേൾക്കാതിരിക്കാൻ ചെവികളെ അടച്ചു വച്ചിരിക്കുന്ന, ദൈവശബ്ദം വേണ്ടിവണ്ണം കേൾക്കാൻ കഴിയാതെ, വചനം കേട്ടിട്ടും പ്രതികരിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, കേൾക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ആമേ സ്തോത്ര ചെവിയെ പോലും ആമേ മന്ദമാക്കി അടച്ചു വച്ചിരിക്കുന്ന ചില ദേശത്തിലെ പോരുകൾ, തെക്കപ്പോലെ ദേശത്തിലെ ആമേ സോറിന്റെ അതിനകത്ത് വ്യാപരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിമാറാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി മറുപടി ഉണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് പെയ്തിറങ്ങുന്ന ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കാണുകയാണ്. നിന്റെ പട്ടണത്തിൽ ഇനി ഒരു സാഹസക്കാരനും ഉണ്ടാകത്തില്ല. കാരണം ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ദേശത്തിനകത്ത്, നിന്റെ കോമ്പൗണ്ടിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ചില കെട്ടുകളെ പൊട്ടിക്കാൻ പോകുകയാണ് രാത്രി. ആമേൻ. ശമനപരകതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ തെക്കപ്പൊലി ദേശം ഇതുവരെ കാണാത്തത്, ഗലീല കടപ്പുറം ഇതുവരെ കാണാത്തത്, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നീ കാണാൻ പോകുകയാ. ഇതുവരെ നിന്റെ ആമേ ചാർച്ചക്കാർ കാണാത്തത്, ഇതുവരെ നിന്റെ സ്നേഹിതന്മാർ കാണാത്തത്, ഇതുവരെ നിന്റെ കുടുംബത്തിലുള്ള വ്യക്തികൾ കാണാത്തത്, ഇതുവരെ നിന്റെ കൂട്ടുകാർ കാണാത്തത്, ഇതുവരെ നിന്റെ ഭവനം കാണാത്തത്, നിന്റെ സഭ കാണാത്തത്, ഓ ഈ നാളുകളിൽ കാണാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥന മൂർച്ചയുള്ള ആയുധമായി പുറത്തു വരാൻ പോകുകയാ. ദൈവകുഞ്ഞെ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സമയമാ. ഹല്ലേലൂയ. ഏൽപ്പിച്ചുകൂടാ, ഇത് നിന്റെ സമയമാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിന് ആമേൻ നിന്നിൽ കൂടെ അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. പലപ്പോഴും നീ ബാക്കിലോട്ട് പോകുന്നത് കൊണ്ടാ നിന്നെ പ്രസ് ചെയ്ത് പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ആമേൻ സ്തോത്രം ജനം നിൽക്കുമ്പോഴും പലപ്പോഴും നീ ബാക്കിലോട്ട് പോകുന്നത് കൊണ്ടാ പലതും പ്രാപിക്കാൻ കഴിയാത്തത്. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ആമേൻ വിളിച്ചു പറയാൻ കഴിയുമോ? മോശ പറഞ്ഞു, കർത്താവേ എനിക്ക് പറ്റില്ല കേട്ടോ. എന്താ മോശേ, കാര്യം പറ, നിന്റെ വിഷയം എന്താ? എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് തീരും മുമ്പേ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവന് പറയും. ആമേൻ, എനിക്ക് പൊതു സദസ്സിലേക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ ഒന്ന് ആമേൻ പ്രിപ്പയറായി ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു തീരും മുമ്പേ ആമേൻ അടുത്തവൻ എണീറ്റ് പറയും. ഞാൻ എല്ലായിടും ആമേൻ ലജ്ജിതനായി പോകുന്നു. ആമേൻ, ലജ്ജ കൊണ്ടിരിക്കുക കർത്താവേ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാത്തിലും റെഡിയാ, പക്ഷെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കർത്താവേ. ഇന്ന് രാത്രി ഏൽപ്പിക്കാൻ പറ്റുമോ? നിന്നോടുകൂടി ഇന്ന് രാത്രി ഇടപെടുന്നൊരു ദൈവമുണ്ട്. ഏൽപ്പിക്കാൻ പറ്റുമോ? സമർപ്പിക്കാൻ പറ്റുമോ? നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവം ആമേൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഇന്ന് രാത്രി ഹല്ലേലൂയ, റെഡിയായി. ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവ് റെഡിയായിരിക്കുക. ഒന്ന് ഏൽപ്പിച്ചുകൂടപ്പാ ഇന്ന് രാത്രി. ഹല്ലേലൂയ, ഒന്ന് സമർപ്പിച്ചുകൂട്. കർത്താവേ, നീ എൻ്റെ ആദരത്തിനെ കെട്ടുന്ന രാത്രി അഴിക്കണം. എനിക്ക് നിന്റെ വചനം ശുശ്രൂഷിക്കണം. എനിക്ക് നിന്റെ ശബ്ദം ദേശത്ത് വിളിച്ചു പറയണം, രാജ്യങ്ങളോട് വിളിച്ചു പറയണം. എനിക്ക് രാജ്യത്ത് പോകാൻ കഴിയുന്നില്ല കർത്താവേ. ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇരിക്കുന്ന വീട്ടിനകത്തിരുന്നു കൊണ്ട് ഞാൻ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ പോകുകയാ. ഞാൻ ഇന്ന് മുതൽ ഞാൻ നിന്റെ ശബ്ദം ലോകത്ത് വിളിച്ചറിയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് റെഡിയാകാൻ ഇന്ന് രാത്രി കഴിയുമോ? ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ കഴിയുമല്ലേ? പക്ഷേ ദൈവവചനത്തിന് മാത്രം മുൻപിലോട്ട് വരാൻ കഴിയാതെ ആമേൻ ഞാൻ എൻ്റെ ആമേൻ നാവിൽ കൂടെ അന്യഭാഷയിൽ ഞാൻ ആരാധിച്ചാൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ജനമുണ്ട്. ഓ
ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഞാൻ അന്യഭാഷ ആരാധിക്കുമ്പോൾ ആമേൻ, എൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ കളിയാക്കുമായിരുന്നു. സ്തോത്രം. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഞാൻ അന്യഭാഷ ആരാധിക്കുമ്പോൾ. ഹല്ലേലൂയ. കേൾക്കണോ? ഇന്ന് അവരെല്ലാം അന്യഭാഷ ആരാധിക്കുക. സ്തോത്രം. ആമേൻ. അവർക്ക് മനസ്സിലായി ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും പേടിച്ചിരിപ്പുണ്ടോ? ഞാൻ പറയുന്നത് ആരെങ്കിലും എന്നെ കളിയാക്കുമെന്ന്, എൻ്റെ സഭ എന്നെ പുച്ഛിക്കുമെന്ന്. ദൈവം എല്ലാം ക്ഷമിക്കും. വേദപുസ്തകം എന്താ പറയുന്നത്? ദൈവം എല്ലാം ക്ഷമിക്കും. പക്ഷേ എൻ്റെ ആത്മാവിനെ ആമേൻ ആരെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും അതിനെ തുച്ഛീകരിച്ചാൽ, സ്തോത്രം, ഒരു നാളും ക്ഷമിക്കില്ല. ഇത്ര ഉറപ്പ് വേറെ ഏത് ഭരണകൂടത്തിലുണ്ട്? പറ. ആമേൻ. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കല്ലേ? ധൈര്യമായി നീ പറഞ്ഞോ. നിനക്കിന്ന് രാത്രി നിന്റെ വിഷയത്തിന് വിടുതല. ചില കെട്ടുന്ന രാത്രി അഴിഞ്ഞു മാറുകയാ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമായ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 23-ാമത്തെ വിഷയം. ആമേൻ. അത്ഭുതമായി ചിന്തിക്കുക. 24-ാമത്തെ വിഷയത്തിലേക്ക് വരാം. 24-ാമത്തെ അത്ഭുതത്തിലേക്ക് വരാം. ആമേൻ. സ്വതന്ത്രം. അത് ആമേൻ. അതിന്റെ അടുത്ത അധ്യായം ആമേൻ, മാർക്കോസ് 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം 4000 പേരെ പോഷിപ്പിക്കുന്ന ഒരു യേശു. 1 2 അല്ല, 4000 പേരെ പോഷിപ്പിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ആമേൻ, നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ കാണുന്നു ബെത്സയിലെ കുരുടനെ സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 25-ാമത്തെ അത്ഭുതം പറയുന്നു, ബെത്സയിദയിലെ കുരുടനെ യേശു എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓരോ വ്യക്തികളെയും കണ്ടുപിടിച്ച് പേര് പറഞ്ഞ് സൗഖ്യമാക്കുന്ന ഒരു ദൈവം. ഓ, ദേശത്തെ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്നതിനെ പേര് ചൊല്ലി ആമേൻ, ഞാൻ തന്നെ നിന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് ശാസിച്ചു മാറ്റുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? ഓ, ശുഡബലരഗതന വൈഡകരാജകൽക്കനാദി എന്ന രാത്രി വായിക്കാമോ? ആമേൻ. സ്തോത്രം. ആമേൻ. അതെ, മാർക്കോസ് സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? 1 2 3. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. നിന്നെ വഴിയിൽ നിന്നെ പട്ടു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. നീ ഇരിക്കുന്നത് എവിടെയെന്നറിയാമോ? എന്നെ കേൾക്കുന്ന അഭിഷക്തമാരെ, നിങ്ങൾ ഇരിക്കുന്നത് എവിടാ? പറ. നിങ്ങൾ ഇരിക്കുന്നത് എവിടാ? കര ഉയർത്തി പറ. എവിടാ ഇരിക്കുന്നത്? യേശുവിന്റെ സന്നിധിയിലാ. നിന്നെ പട്ടിണി കിടത്താൻ നീ എവിടെ നിന്ന് എണീക്കുമ്പോ നിന്റെ ആവശ്യത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവന്റെ മുമ്പിലായിരിക്കുന്നേ. ശേഷിയില്ലാത്ത ആമേ വ്യക്തിയുടെ മുമ്പിലല്ല. ഞാൻ നിന്നെ പോഷിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിൽ യേശുവിന്റെ പാദപീഠത്തിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്നത് കൊണ്ട് ഒരിക്കലും നിന്റെ ആവശ്യങ്ങൾ കുറയുന്നില്ല. ഓ, ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. നിന്റെ ആവശ്യം കുറയുന്നില്ല. ആമേൻ. കർത്താവ് എന്താ? കർത്താവ് ആരെന്നറിയാമോ? നിന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. പറ, നിന്റെ ആവശ്യം ഇന്നതെന്ന് പറഞ്ഞിട്ട് പറ, കർത്താവ് യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. പറയാൻ പറ്റുമോ? യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. പറ, യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. യേശു എന്റെ രോഗത്തെക്കാൾ അധികം മതിയായവൻ. യേശുവിന്റെ രോഗത്തെക്കാൾ അധികം മതിയായവൻ. യേശു എന്റെ വിഷയത്തെക്കാൾ അധികം മതിയായവൻ. ഓ, പറയാൻ പറ്റോ? യേശുവിന്റെ വിഷയത്തെക്കാൾ അധികം മതിയായവൻ. യേശു നിന്റെ വിഷയത്തെക്കാൾ അധികം മതിയായവൻ. നീ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ വിടുതൽ ഉറപ്പാ.
വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് ഉറപ്പാ. എന്റെ ഈ പ്രതിസന്ധിയേക്കാൾ യേശു മതിയായവൻ. ഉടമാരവൽക്കനാദി. വിടുതൽ പുറത്തു മാത്രമല്ല, ആന്തരികമായി വിടുതൽ സംഭവിക്കണം. അകത്ത് കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ പൊട്ടണം, അതരങ്ങൾ തുറക്കണം. യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ അധികം മതിയായവൻ. അവൻ സമാധാന പ്രഭുവാണ്, അവൻ അധികം മതിയായവൻ. അവൻ രാജാതി രാജാവ്, അവൻ അധികം മതിയായവൻ. അവൻ ദേവാതി ദേവൻ, അവൻ അധികം മതിയായവൻ. അവൻ രോഗത്തെക്കാൾ അധികം മതിയായവൻ. എന്റെ സകല വിഷയത്തെക്കാൾ അവൻ മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു തുടങ്ങിക്കാട്ടെ. നിങ്ങളെപ്പോഴും കാണുന്ന, നിങ്ങളെപ്പോഴും തുറക്കുന്ന ഡയറിക്കകത്ത് എഴുതി വയ്ക്ക, യേശു എന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ. യേശു എന്റെ വിഷയത്തെക്കാൾ അധികം മതിയായവൻ. എന്റെ കടഭാരത്തെക്കാൾ അവൻ മതിയായവൻ. എന്റെ നിന്നയേക്കാൾ അവൻ മതിയായവൻ. എന്റെ പ്രശ്നത്തെക്കാൾ അവൻ മതിയായവൻ. എന്റെ വിഷയത്തെക്കാൾ അവൻ മതിയായവൻ. എന്റെ തലമുറയേക്കാൾ അവൻ മതിയായവൻ. ആമേൻ. സ്തോത്രം. 2003 ഒരു ചർച്ചിലേക്ക് മീറ്റിംഗ് നടന്നു പോകുമ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ ദൈവാത്മാവന്റെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കുക. ഏകദേശം ഒരു 600-700 പേരിരിക്കുന്ന തിരുവനന്തപുരം തമിഴ്നാടിന്റെ ബോർഡർ അമരവള ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് സുന്ദർ സിംഗ് അവരുടെ ചർച്ചിൽ ആരാഴ്ചയോട് നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവർ നിന്റെ ആവശ്യത്തെക്കാൾ അധികം മതിയായവൻ പറയാൻ പറഞ്ഞു. ദൈവാത്മാവ് തരുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏകദേശം 200 പുറത്ത് ആൾക്കാർ ആ സമയം വിടുതൽ പ്രാപിച്ചെന്ന. സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ആവശ്യം, യേശുവിനേക്കാൾ നിന്റെ ആവശ്യമില്ല, നിന്റെ ആവശ്യത്തെക്കാൾ യേശു മതിയായവൻ. എഴുതി വെച്ചോ. ഈ ഞായറാഴ്ച കഴിയും മുമ്പ് നിന്റെ ആവശ്യത്തിന് ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആ ഉച്ചയ്ക്ക് ആ മീറ്റിംഗ് കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 2003 കാര്യം പറയുന്നത്, 13 3 മനസ്സിലാവുന്നുണ്ടോ? ആ മീറ്റിംഗ് കഴിയുമ്പോൾ ആമേൻ, എനിക്കൊന്ന് 200 പേര് എൻ്റെ അടുത്തെന്ന് പറയാ, ഇന്നലെ ഞാൻ ആത്മഹത്യക്ക് ഇരുന്നതാ, എൻ്റെ വീട് വിട്ട് പോകാൻ വേണ്ടി ഇരുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ കാണുന്ന പോലത്തെ രൂപമൊന്നും അല്ല അന്ന് കേട്ടോ. ഒരു പെൻസില്, ഒരു മുരിഞ്ഞക്കര അത്രയേ ഉള്ളൂ. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. തീ പാറി ശുശ്രൂഷയിൽ സുന്ദർ സിംഗ്, ശാന്തി സുന്ദർ സിംഗ് നിങ്ങൾ അറിയാം, കേട്ടിട്ടുണ്ട്. ആമേൻ. അവിടെ പിന്നെയും കൃപയാൽ 9 ശുശ്രൂഷയ്ക്ക് അവിടെ പോകാനിടയായി. ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി അന്നൊരു ഓലഷെട്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ബിൽഡിംഗ് നിങ്ങൾ കാണണം. സ്തോത്രം. ഈ അത്ഭുതം പറയാൻ വേണ്ടി ഞാൻ ഇരിക്കുകയല്ല. ദൈവം ഈ വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ ആ 2003 ദൂത് ഇന്ന് രാത്രി ഓർമ്മ കർത്താവ് കൊടുക്കുന്നത് പറയാൻ പറയാ. ഇതിനകത്ത് നീ വീട് വിട്ട് പോണ്ട, മാറി താമസിക്കണ്ട, ഫോൺ എടുക്കാതിരിക്കണ്ട, എടുക്ക്. നിന്റെ ആവശ്യത്തെക്കാൾ പറ, യേശു മതിയായവൻ. ബെസ്സയിലെ കുരുടനോട് പറയാ, തുറയുടെ കണ്ണ്, നിന്റെ കണ്ണിനെ തുറക്കാൻ. തുറക്കേണ്ട സമയത്ത് തുറക്കാൻ. ശുഡമന രഗമന ഹതുരഗ രഗതുനി. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഓമനസിസ്റ്റർ പ്രാർത്ഥിച്ചോ, നിന്റെ വിഷയത്തെക്കാൾ, നിങ്ങളുടെ വിഷയത്തെക്കാൾ, ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയേക്കാൾ യേശു മതിയായവൻ. ആമേൻ, 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 ആമേൻ. റിജു, ദൈവത്തിന്റെ പൈതലേ പ്രാർത്ഥിച്ചോ, നിന്റെ വിഷയത്തെക്കാൾ യേശു മതിയായവൻ. പറഞ്ഞു പ്രാർത്ഥിര്. ഇന്ന് മുതൽ നീ പറഞ്ഞു പ്രാർത്ഥിര്. നിന്റെ വിഷയത്തെക്കാൾ, നീ ഏത് വിഷയത്തിനാ ഭാരപ്പെടുന്നത്, നീ ആരെ മുമ്പിലാ ഫേസ് ചെയ്യാൻ മടിക്കുന്നത്, നീ പറ, എന്റെ വിഷയം ഇതല്ല, എന്റെ വിഷയം ദൈവരാജ്യം, ദൈവരാജ്യം, യേശു എന്റെ വിഷയം, ഇതെന്റെ വിഷയമല്ല. ഹന്ന പറഞ്ഞു, ഇല്ലേ പ്രൊഫസറെ, എന്റെ വിഷയത്തെക്കാൾ
എന്റെ ദൈവവിശ്വാസം. ഇത് ഏലി കളിയാക്കിയാലും കളിയാക്കിയവന്റെ തലമുറ ആമേൻ തെറ്റിപ്പോകുമ്പോഴും ആമേൻ ഒരുത്തൻ അവിടെ നിന്ന് ഉടലെടുക്കുന്നുണ്ടെന്ന് രാത്രി. സ്തോത്രം. ചിലതിൽ ഉടലെടുക്കുന്നു കർത്താവിന്റെ അഭിഷേകത്തെ. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, എല്ലാത്തിനേക്കാൾ എന്റെ യേശു മതിയായവൻ. ലോകമെന്തോ പറയട്ടെ, ശബരപരകഥന വൈഡകരാജകൽക്കനാദി പറയട്ടെ. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്നവരും ഒരു പ്ലേറ്റ് കഴിച്ചവരും ഒരു തുണി മാറി മാറി യൂസ് ചെയ്തവരും പറയട്ടെ. നീ പറയണം, എന്റെ യേശു എല്ലാത്തിനേക്കാൾ മതിയായവൻ, അവൻ ശ്രേഷ്ഠനാ. അവനോട് തട്ടിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല, ഒരു ഗ്രന്ഥവുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു സാദൃശ്യമുള്ള ഒരുത്തനുമില്ല. അവൻ മാത്രം ഉന്നതൻ. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? ഹല്ലേലൂയ. ഈ മരുയാത്രയതിൽ നിന്നെ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയാ. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയാ. ഇന്ന് രാത്രി ആമേൻ നിന്റെ കണ്ണുകൾ നനയുമ്പോ, ഹല്ലേലൂയ, നിന്റെ കൺപോളകൾ നനഞ്ഞൊഴുകുമ്പോ ഇന്ന് രാത്രി പറ, ഹല്ലേലൂയ, അവൻ കൂടെ വരും. ഒരു സഖിയായിട്ട് നിന്റെ പിന്നാലെ അവനുണ്ട്. ആമേൻ. രാത്രിയിൽ യാമങ്ങളിൽ എന്റെ കൺകൾ നനഞ്ഞിടുമ്പോ, രാത്രിയിൽ യാമങ്ങളിൽ എന്റെ കൺകൾ നനഞ്ഞിടുമ്പോ എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. എന്തിനു കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. ഈ മരുയാത്രയതിൽ നിന്നെ തനിയെ വിടുകയില്ല. ദൈവമൈതലേ, ആരും നിന്റെ ഭാരത്തെ ചോദിക്കാതിരിക്കുമ്പോ നിന്റെ വിഷയത്തെ ചോദിച്ച് പരിഹാരം തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ലിൻഡ, നീ കരയുന്ന എന്ത് വിഷയമാ? ലിറ്റി, നീ ഭാരപ്പെടുന്ന എന്ത് വിഷയമാ? ആ വിഷയത്തെക്കാൾ യേശു വലിയവൻ. പറവാ തുറന്ന് എപ്പോഴും വായിക്കുന്ന ഡയറിയിൽ കുറിച്ചു വെക്ക്, എപ്പോഴും കാണുന്നിടത്ത് എഴുതി വെക്ക്, എഴുതി ഒട്ടിക്ക്. യേശുവിന്റെ വിഷയത്തെക്കാൾ വലിയവൻ, എന്റെ പ്രശ്നത്തെക്കാൾ വലിയവൻ. ഇതിനകത്ത് ആരൊക്കെ കേട്ടുകൾ പൊട്ടുകയാ? മധുസാറെ പ്രാർത്ഥിച്ചോ. വിഷയത്തെക്കാൾ വലിയവൻ. ഓ റിബലവ ശംഭവ റികൽഖനാദി. ആമ ഇപ്പൊ അനുഭവിക്കുന്ന അഗ്നിശോധനേക്കാൾ എന്റെ യേശു വലിയവൻ. നിന്റെ ദൈവം ഇന്ന് രാത്രി അവൻ വലിയവനായി രാജാവായി നിന്റെ മുൻപിൽ നിൽക്കുകയായി ഇത് രാത്രി. സ്തോത്രം. അവൻ മാത്രം ഉന്നതൻ, അവൻ മാത്രം ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ, വിശ്വസ്തൻ എന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? അവൻ മാത്രം വിശ്വസ്തനാ. ബാക്കി എല്ലാവരും ആവശ്യം കഴിയുമ്പോ മാറിപ്പോകുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച് മാറോടണയ്ക്കുന്ന ഒരു പിഞ്ച് കുഞ്ഞിനെ തന്റെ അമ്മ മാറത്തിട്ട് അതിനെ മുതുകത്തെ തട്ടിക്കൊടുക്കുന്നത് പോലെ ഇന്ന് രാത്രി ആരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഞാനത് കാണുകയാ. നിന്റെ ഭാരത്തെ ഒന്ന് ഇറക്കി വെച്ചു കൊടുത്ത ദൈവം മുമ്പില് ആമെ കൊണ്ട് നടക്കണ്ട, ഒന്ന് ഇറക്കി വെച്ചുകൂടെ. ഹല്ലേലൂയ. നിന്റെ ഭാരത്തെ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ചിലപ്പോൾ 1000 ന്യൂസ് പേപ്പറിന്റെ പബ്ലിസിറ്റി ചെയ്യും. പക്ഷെ നിന്റെ ഭാരത്തെ ആ യേശു എന്താ പറയുന്ന അറിയാമോ? ആമേൻ, ഞാൻ നിന്നെ ഓർത്തിരിക്കുന്നു.
നിന്റെ വിഷയത്തെ ഓർത്തിരിക്കുന്ന ഉലകത്തിൽ ഒരുത്തരേ ഉള്ളൂ. ഉലകത്തിൽ ലക്ഷങ്ങൾ കോടികൾ ഉലകത്തിൽ മഹാത്മാന്മാരുള്ളപ്പോൾ ഇന്ന് രാത്രി സകല മഹാത്മാന്മാരും സ്തോത്രം തച്ചുടയുമ്പോഴും പല ഗ്രന്ഥങ്ങളും തീരുമ്പോഴും ഇതേ ഗ്രന്ഥം പറയുന്നു, ഇതിനകത്തൊരുത്തരിപ്പുണ്ട്, അവന്റെ പേരാ യേശു. അവൻ പറയുന്നു, ഞാൻ ഇന്ന് രാത്രി പറയും. ചിലരെ പ്രവർത്തിക്കുന്ന, ചിലരെ കൊണ്ട് ദൈവാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യിക്കുന്ന, ശുശ്രൂഷ തന്ന് നിന്നെ പുറത്തെടുക്കുന്ന നാഴിക വിദൂരമല്ല. ബെത്സയിലേക്ക് ചെന്നിട്ട് പറയുക, ആമേ സ്തോത്രം, അവനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവവൈതലേ, എന്റെ മുമ്പിൽ കടന്നു വന്നവരെ ഒന്നും കർത്താവ് കൈവിട്ടിട്ടില്ല. പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ നീ എന്നെ വിളിച്ചു, ശരിയാ. കർത്താവ് പറയും, ഞാൻ നിന്നെ വിളിച്ചു, ഓക്കെ. ഞാൻ ഒരിക്കലും തേടി വന്നതൊന്നും അല്ല. കർത്താവ് കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് പറയും, ശരിയാ, നീ എന്നെ തേടി വന്നതൊന്നും അല്ല. അടുത്ത് ഞാൻ പറയാ, എൻ്റെ ആവശ്യം ഇതാ. ഓക്കെ, ആവശ്യം ഇതാ അല്ലേ, ഓക്കെ. നിന്റെ തല കുനിക്കാൻ അവൻ ഇടയാക്കത്തില്ല ദൈവവൈതലേ. ഏലിയാവ് തീയുടെ ശുശ്രൂഷയുള്ളവനാ, പക്ഷെ അവനെ പോറ്റാൻ ഒരു സാറാപത്ത് ദൈവം കരുതി. എന്റെ ദൈവമേ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. നിനക്ക് വേണ്ടി ഒരു സാറാപത്തിനെ കരുതാൻ, നിനക്ക് വേണ്ടി ചിലതൊക്കെ ദൈവം ചെയ്യാൻ ഈ രാത്രിയിലും ശക്തനായിരിപ്പുണ്ടെന്നേ. സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും, എനിക്ക് അമ്മയെ കാണണമെന്ന്, എനിക്ക് എൻ്റെ അമ്മയുടെ മടിയിലൊന്ന് കിടക്കണമെന്ന്. ഞാൻ ആരോട് പറയും, കർത്താവേ, എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലെ പോയി കിടക്കുന്നേ. പക്ഷെ എനിക്കിപ്പോൾ സങ്കടം വരുമ്പോൾ ഞാൻ ആരെ മടിയിൽ കിടക്കേണ്ട കർത്താവേ? ഹല്ലേലൂയ. കർത്താവ് എന്താ പറയുക, നിന്റെ ആവശ്യത്തേക്കാൾ ഞാൻ മതിയായവൻ. പറ ഇന്ന് രാത്രി. നീ പറഞ്ഞ തുടങ്ങിയാൽ ഇതിനകത്തുനിന്ന് രാത്രി വിടുതലിൻ്റെ ഒരു ചാകരെന്ന് പറയാം. ചില കുടുംബത്തിനകത്തുനിന്ന് രാത്രി വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പേരെടുത്ത് പറയാൻ ദൈവം നിയോഗം തരുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുക, ഇതിനകത്ത് നിന്റെ പ്രശ്നം ഏതാകട്ടെ, അതിനേക്കാൾ യേശു മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു, ഡോക്ടറായിട്ട് സംസാരിച്ചു. രസകരമായ ഒരു കാര്യമായിരുന്നു. ശ്രോത്രം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ വാദം, അയ്യോ ഡോക്ടറെ, എനിക്കങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, കാലൊക്കെ ഒടിഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് മൗനമായി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങിക്കേ, ഒറ്റക്കാലുള്ളവൻ നടക്കുന്നുണ്ടോ? എങ്ങനെ? ഒരു വടി ഊന്നി നടക്കും. അവനും നടക്കുക ചെയ്യുന്നത്. അടുത്ത് ഒരു 2 കാലും ഇല്ലാത്തവൻ വെളിയിറങ്ങി ഞെരങ്ങി പോകുന്നുണ്ടോ? അതൊന്നും നടത്തയാ. 3, ആമേൻ, ഓടാൻ പറഞ്ഞില്ലല്ലോ. ചിലർ പോളി വന്നിട്ട് കണ്ടിട്ടില്ലേ, ഇഴച്ചുകൊണ്ട് പോകുന്ന ഒരു കാല്. അപ്പം ഞാൻ പറഞ്ഞു, വേറെ ഒരു രാജാവ് കൂടെ ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് രാജാവെന്ന്. മനസ്സിലാവുന്നുണ്ടോ? പലരും നടത്തും, പലരും നടക്കും, പലതും നമ്മളുടെ ചിന്ത ഇതാ നടക്കത്തില്ല എന്ന്. ഇല്ല ദൈവവൈതലേ, നീ അല്ല രാജാവ്, നിനക്ക് മുകളിൽ വേറൊരു രാജാവുണ്ട്. ആമേൻ. നീയല്ല ഉന്നതൻ, അതുക്ക് മേലെ വേറൊരുത്തനുണ്ട്, അവന്റെ പേരാ അത്യുന്നതൻ. അവരൊന്ന് നിന്നെ നടത്താൻ തുടങ്ങിയാലേ, നിന്നെ കർത്താവ് നടത്താൻ തുടങ്ങിയാൽ, ആമേൻ, ഒരുത്തനും തടയാൻ കഴിയത്തില്ല. വ്യത്യസ്തമായ തലത്തിൽ കൂടെ തമ്പുരാൻ നിന്നെ നടത്തുമെന്ന്. കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരത്തെ കൊടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്നെ നടത്താൻ പുലർത്താൻ അവൻ സർവശക്തൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവമായി ഇന്ന് രാത്രി. ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്നെ നടത്താൻ അവൻ ശക്തനാ. നടക്കത്തില്ല എന്ന് പറയുകയാണോ? പറ. എൻ്റെ കർത്താവ് അത്ഭുത മന്ത്രി, സ്തോത്രം. അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് രാത്രി പറയാൻ കഴിയുമോ? എൻ്റെ ആവശ്യത്തെക്കാൾ നിങ്ങൾ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുക. ഈ മാസം കഴിയും മുമ്പേ നിങ്ങൾ സാക്ഷ്യം പറയും. ഇതിനകത്ത് പലരും പതുങ്ങിയിരിക്കുക. സാക്ഷ്യം പറയുന്നേ.
ദൈവാത്മാവിനോട് പറയുന്നു. ഇപ്പോ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ശബ്ദം നിങ്ങൾ ഏറ്റു പറഞ്ഞ് നിങ്ങളുടെ വീട്ടിനകത്ത് കാണുന്ന ഭാഗത്ത് എഴുതി വയ്ക്കുമ്പോൾ ചിലർ പറയും, ഓ വട്ടാണല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ചില മണിക്കൂർ കഴിയുമ്പോൾ പറഞ്ഞവൻ പറയും, അല്ല സഹോദരി, അല്ല സഹോദര, നീ പറഞ്ഞതാ കറക്റ്റ്. സ്തോത്രം, ഹല്ലേലൂയ. ഹബക്കുക്കിന്റെ പുസ്തകത്തിനകത്ത് ഒരു വാക്യമുണ്ട്, അറിയാമോ? യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. എൻ്റെ വാഹനങ്ങളിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ റൂമിൻ്റെ ഡോറിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ആമേൻ ചേച്ചി പറഞ്ഞു, എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലും ആ വാതിലിലും വയ്ക്കണം. ഓക്കെ, നിനക്ക് അത്ര വിശ്വാസമുണ്ട്, നീയും വെച്ചോ. അതേപോലത്തെ ഒരു പേപ്പർ എഴുതി അവൾ ഒട്ടിച്ചു. സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്ത് വേറൊരാൾ ഇവിടെ വന്ന് പറയും, എനിക്കും ഇതേപോലത്തെ കിട്ടിയേക്കൊള്ളായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു പീസ് മുറിച്ചു കൊടുത്തു. നീ കൊണ്ട് ഒട്ടിക്കേ. ആമേൻ. പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. ആണ്ടുകൾ കഴിയും മുമ്പേ പറ, നടന്നു പോയവനെ കാറിൽ വിടാൻ. പ്രൈസ് ദി ലോർഡ്. മഴയത്ത് ഒതുങ്ങുന്നവനെ ആമേൻ സ്തോത്രം കൊടയും ചൂടി പോകാൻ അല്ല ദൈവം അനുവദിക്കുന്നത്. ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠകരമായി മാനിക്കുന്നേ. വചനത്തിൽ നീ വിശ്വസിക്കണം. വചനത്തിൽ നീ വിശ്വസിക്കാൻ ഹബക്കുക്ക് 2-ാം അധ്യായത്തിൽ പറയുന്നു, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഒരാണ്ട് കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാ ആമേ ജീവൻ പുറത്തു വരാത്തത്? തടസ്സം കെട്ടാണോ? ഇന്ന് രാത്രി പൊട്ടിക്കാൻ ഒരുത്തൻ അധികാരം പ്രാപിച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. വെളിപ്പാട് 5 പറയുന്നു, ഒരുത്തന് മാത്രം അധികാരമുണ്ട്, മുദ്രയെ പൊട്ടിപ്പാൻ അവൻ മാത്രം യോഗ്യനാണ്. ഇന്ന് രാത്രി കെട്ടിലെ പൊട്ടിക്കാൻ അവൻ മാത്രം യോഗ്യൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. എന്ന് രാത്രി കർത്താവ് ചില കുടുംബത്തോട് പറയാ, അവൻ ഇന്ന് രാത്രി ഈ ആണ്ട് കഴിയും മുമ്പേ അവൻ മാത്രം ഉന്നത നീ പറഞ്ഞാൽ മതി. നിന്റെ ആവശ്യങ്ങളെ സാറാപത്തിൽ കൂടെ ഒരുക്കിയെങ്കിൽ നിന്റെ ആവശ്യത്തെ ഹല്ലേലൂയ ദൈവപുരുഷന്റെ വീട്ടിനകത്ത് ഒരുക്കിയെങ്കിൽ നിന്റെ ആവശ്യത്തെ സ്വർഗം കണ്ട് കാക്കയോട് കൽപ്പിച്ചെങ്കിൽ നിന്റെ ആവശ്യത്തെ സ്വർഗം കണ്ട് അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്ന് രാത്രിയിലും ഭാരപ്പെടണ്ട, കരയണ്ട. നിന്റെ കണ്ണീര് ഇന്ന് രാത്രി ആമേ സ്തോത്രം നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന് ഫലം തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ രാത്രി ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ആ കർത്താവിനെ നീ ഒന്ന് ചേർത്ത് പിടിച്ചോ. കർത്താവിനൊന്ന് ചേർത്ത് പിടിച്ചോ. അകപ്പാടൻ ആമേൻ സ്തോത്രം. ആ 350 ഗ്രാം ഹാർട്ടിനകത്ത് 4 അറയുള്ളൂ. ഈ 4 അറയും യേശുവിന് കൊടു. അതങ്ങനെ കൊടുക്കും പാസ്റ്ററെ. കൊടുത്താൽ അതിൽ 4ലും കയറിയിരുന്ന കർത്താവ് ഭരിക്കും. സ്തോത്രം പറ, ഹല്ലേലൂയ. അല്ലാതെ ആമേ സ്തോത്രം ഒരറ പോലും തരത്തിലെ ഒരു മൂലയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞ കർത്താവ് മിണ്ടാതെ മൂലയ്ക്ക് ഇരുന്നോളും. കർത്താവിന് കിട്ടിയ അമരമാണ്. സ്തോത്രം, ആമേൻ. അത്രയും സീറ്റൊന്നും കിടന്നിട്ട് പോലും കർത്താവിന് കൊടുത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, അമരത്ത് പോയി കിടന്നു, ഇവിടെ ഇരിക്കണ്ട. എനിക്ക് എപ്പോഴും ഉറക്കമല്ലേ, അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ആമേൻ. അങ്ങനെ യേശു യേശു എന്ത് ചെയ്യുന്നറിയാമോ? അമരത്ത് തലവെച്ചു. അമരത്ത് തലവെച്ചു. ആമേ മാർക്കോസ് 5 അമരത്തിൽ തലവെച്ചു. മാർക്കോസ് 3, മാർക്കോസ് 4 ആമേ അവൻ അമരത്ത് തലവെച്ചു. തീർന്നില്ല. ആമേൻ. അമരം എന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം ആമേൻ അപ്പോസ്തല പ്രവൃത്തി 28 പറഞ്ഞു അമരം, 23 അമരം, ആമേൻ 24 അമരം. അവൻ അമരത്തിൽ തലവെച്ചു. അമരം പൊളിയും. ഇന്ന് രാത്രി ശിഷ്യന്മാരെല്ലാം മിണ്ടാതിരിക്കുമ്പോ യേശു ഇരുന്ന അമരത്തിൽ തിരമാല തള്ളിക്കയറുമ്പോഴും ഇന്ന് രാത്രി പറയാം, നിന്റെ അമരത്തിൽ, കുടുംബത്തിന്റെ അമരത്തിൽ, നിന്റെ ശുശ്രൂഷയുടെ അമരത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അമരത്തിൽ, നിന്റെ ഉപജീവനത്തിന്റെ അമരത്തിൽ, നിന്റെ ബിസിനസിന്റെ അമരത്തിൽ, നിന്റെ സകല ഇടപാടുകളുടെയും അമരത്തിൽ യേശുവിന് സ്ഥാനം കൊട്. പൊളിയാൻ ദൈവം അനുവദിക്കത്തില്ല. അത് മുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം കർത്താവ് അമരത്തിലുണ്ട്. ഇന്ന് രാത്രി അമരത്തിൽ കർത്താവിന് അമരത്തിൽ സ്ഥലം കൊടുത്തെങ്കിൽ ഈ രാത്രി വായിച്ചേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വായിച്ചേ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോ വായിച്ച അതേ അധ്യായം മാർക്കോസ് 8
അതിൻ്റെ സ്തോത്രം 1 മുതൽ നമ്മൾ വായിച്ച് താഴോട്ട് വന്നപ്പോൾ 3-ാമത്തെ വാക്യം വരെ വായിച്ചു. 4ഉം 5ഉം വാക്യം ഒന്ന് വായിച്ച്, 4ഉം 5ഉം 6ഉം വാക്യം ഒന്ന് വായിച്ച്. അവന്റെ ശിഷ്യന്മാർ ഇവർക്ക്, ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു. അവർ തിന്നു തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോ ഇവരെല്ലാം ഒന്ന് ഇരുത്തിയിട്ട് കർത്താവ് ആ അപ്പത്തെ ഒന്ന് എടുത്ത് വാഴ്ത്തി നുറുക്കി വിളമ്പാൻ അങ്ങ് ഏൽപ്പിച്ചു. സ്തോത്രം. പലപ്പോഴും അങ്ങനെയാ, വാഴ്ത്തി നുറുക്കി ഏൽപ്പിച്ച് അതിനെ കൊടുത്ത് അവർ 4000 പേരും തിന്ന് തൃപ്തരായി 7 വട്ടി ശേഷിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് 7 വട്ടി അവരെടുക്കുന്നതിൽ കാര്യമുണ്ട്. 5000 പോഷിപ്പിച്ചപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 7 പേരാ ഉള്ളത്. ഓരോ വട്ടി കൊടുത്തില്ലെങ്കിൽ അവന്മാർ കടിപിടി ഉണ്ടാക്കും. സ്തോത്രം. ഈ 7 എണ്ണം കൂടെ കർത്താവിനെ പൊരിക്കും. അതുകൊണ്ട് അറിയാം, ഈ നിൽക്കുന്ന 7 എണ്ണവും ബലമുള്ളവന്മാർ, അതുകൊണ്ട് അവരെ ഒതുക്കാത്തി പാടാ. ഈ 7 പേർക്കും കൂടെ 7 വട്ടി 1, 2, 3, 4, 5, 6, 7 നമ്മൾ വിളമ്പി കൊടുത്തു. നോക്കിക്കേ, മാർക്കോസ് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വായിക്കുമ്പോഴും, മത്തായി 10-ന്റെ 32 39 വരെ വായിക്കുമ്പോഴും, മാർക്കോസ് 6-ന്റെ 32 മുതൽ 44 വരെ വായിക്കുമ്പോഴും, മത്തായി 2-ന്റെ 9 നമ്മൾ വായിക്കുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, മത്തായി 9-ന്റെ 36 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തും ദൈവത്തിൻ്റെ ആത്മാവ് 16-ന്റെ 10 പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൽ വെളിപ്പെടുന്നുണ്ട്. തീർന്നില്ല. മാർക്കോസ് 14-ന്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ 23, മത്തായി 26-ന്റെ 27, ലൂക്ക 22-ന്റെ 17, 19 വായിക്കുമ്പോൾ അതിനകത്തും യേശു ചെയ്ത അത്ഭുതങ്ങളെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. ലൂക്കായുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, അതിനകത്ത് വ്യക്തമായും പല തലത്തിൽ കർത്താവ് പല അത്ഭുതങ്ങളിൽ കൂടെയും ജനത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ യോഹന്നാനിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ന്റെ 11 മുതൽ 23 വരെ വായിക്കുമ്പോഴും, അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 35 നമ്മൾ വരുമ്പോഴും അതിനകത്തും കർത്താവ് ചില അത്ഭുതങ്ങളിലേക്ക് ജനത്തെ കൊണ്ടുവന്ന് ഈ അപ്പോസ്തലന്മാരും സ്തോത്രം പൗലോസിന്റെ കാലഘട്ടങ്ങളിലും ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും പൗലോസിൽ കൂടെ ചില കാര്യങ്ങൾ സ്വർഗം ചെയ്യുവാനിടയായി. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവം റോമർക്ക് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 14-ന്റെ 6 വരുമ്പോഴും 1 കൊരിന്ത്യർ 10-ന്റെ സ്തോത്രം 30 നമ്മൾ വരുമ്പോഴും അവിടെയും ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. വായിക്കാമോ? 27-ന്റെ സ്തോത്രം 35-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ. സ്തോത്രം. വായിച്ചൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാവരും കാണെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. ആമേൻ. എല്ലാവരും കാണുക. ആമേൻ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കാണുക. ആമേൻ. പൗലോസ് അപ്പം എടുത്ത് നുറുക്കി വാഴ്ത്തി എല്ലാവർക്കും കൊടുത്തു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ, ഒരു ദൂതൂടെ പറഞ്ഞ് നമുക്ക് നിർത്താൻ പോവുകയാണ്. 25-ാമത്തെ അത്ഭുതം. ബെസ്സയിലെ കുരുടൻ
സൗഖ്യമാക്കിയത് കാണാൻ. 8:22 മാർക്കോസ് 8:22 നമ്മൾ വരുമ്പോൾ 22 മുതൽ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് 26 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരാം. 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വന്നാട്ടെ. അവൻ ബേത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവൻ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കിയെല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞു അവനെ വീട്ടിലേക്ക് അയച്ചു. ഊരിന്റെ പുറത്തു കൊണ്ടുപോയി സൗഖ്യമായ കാര്യം എന്നറിയാമോ? എന്താ? ആ ഊരിനകത്ത് ഒരു വലിയ ബന്ധനമുണ്ടായിരുന്നു. യേശു അവനെ ആ ഊരിന്റെ പുറത്ത് കൊണ്ടുപോയി അവൻ എന്ത് ചെയ്തു? അവന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന്റെ പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് നീ വല്ലത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രയെന്ന് അവൻ പറഞ്ഞു. ഞാൻ കാണുന്നു. എങ്ങനെ കാണുന്നു? മനുഷ്യരെ കാണുന്നു, പക്ഷെ അവർ നടക്കുന്നത് എങ്ങനെയാ? മരങ്ങൾ നടക്കുന്നത് പോലെ. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നെങ്കിൽ ഒന്നുകൂടെ കൈവയ്ക്കേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ യേശു പറയുക, പിന്നെയും അവന്റെ മേൽ കൈവച്ചു. ആമേൻ വച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ്. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവനോട് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഊരിൽ നീ കടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവരുത്. ദൈവം പോവരുതെന്ന് പറഞ്ഞാൽ പിന്നെ പോവരുത്. അല്ല, ഞാൻ ഇവിടെ നിൽക്കട്ടെ, എൻ്റെ മക്കൾ പോട്ടെ, പൂതം കയറും. ദൈവം നിന്നോട് പറഞ്ഞാൽ, യേശു പറഞ്ഞു നീ ഇനി ആ ഊരിൽ പോകരുത്. ഊരിൽ കിടന്നവൻ ആമേൻ അവൻ മനുഷ്യനെ പോലെ കാണാൻ കഴിയാതെ അവനെ എല്ലാം ചുറ്റി ബന്ധിച്ചു. പക്ഷെ അവനെ യേശു ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ അബ്രഹാമിനെ വിളിച്ച് വെളിയിറക്കിയിട്ട് അമ്മ കുഞ്ഞുങ്ങളെ കൊടുത്തത് 75-ാമത്തെ വയസ്സിൽ? നീ അവിടെ കിടന്നാ നിനക്ക് വാഴ്ത്തം കിട്ടത്തില്ല. ഞാൻ തരും, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്നിലും നിന്റെ തലമുറയിലും നിന്റെ ഭാര്യയിലും തരാനുള്ള ചില വാഴ്ത്തത്വമുണ്ട്. അത് തരാൻ കഴിയില്ല. തന്നാലും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ചില നേരത്തെ നിന്നെ ഇറക്കി പുറത്തു കൊണ്ടുവന്ന് സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അടമനരാജകൽക്കനാദി ഇന്ന് രാത്രി ഇറക്കി എന്ന ദൈവമാണെങ്കിൽ നിന്നെ തലമുറയെ മാത്രമല്ല നിന്നെ ഉന്മൂലമായി അനുഗ്രഹിപ്പാൻ ദൈവം ശക്തൻ. പക്ഷെ അവിടെ നിൽക്ക്. നിങ്ങൾക്കറിയോ, യേശുവിനെ അറിഞ്ഞു വന്നപ്പോഴേ ആദ്യം ഒരു 2 ആഴ്ച നല്ല സുഖമായിരുന്നു, ഒരു കുഴപ്പമില്ല. അതുക്കപ്പുറം ഒന്നുമേ നിനക്ക് കൂടാതയ്യാ, പേസ മുടിയാതെ, എനിക്കൊന്നുമേ നിനക്കാത്. ആഹാരമില്ല, കൊടുക്കാൻ നല്ല വസ്ത്രമില്ല, എല്ലാം ബെൻഡിങ് ആയി. ഇന്നലെ വരെ മിണ്ടിക്കൊണ്ടിരുന്നവർ കറുത്ത വേദവസ്തു എടുത്തപ്പോഴത്തേനും മിണ്ടാതായി. അവിടെയും തോറ്റുപോയില്ല കേട്ടോ.